മൺഡേ മോർണിംഗ് രാവിലെ കുറച്ച് ലേറ്റായിപ്പോൾ എഴുന്നേറ്റപ്പോൾ. അപ്പോൾ എഴുന്നേറ്റ പാടെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം പുറത്ത് അടുപ്പിലോട്ടാക്കിയിട്ട് ഞാൻ അകത്തോട്ട് ബാക്കിയുള്ള ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഗോതമ്പ് റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് റൊട്ടിയുടെ കൂടെ കഴിക്കാനായിട്ട് തലേ ദിവസത്തെ കുറച്ച് ബീഫ് കറിയുണ്ട്. അപ്പം ബീഫ് അല്ലെങ്കിൽ മീൻ കറി ഇതൊക്കെ കൂട്ടി അരി ഉരട്ടിയായാലും ഗോതമ്പ് ഉരട്ടിയായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വയ്ക്കേണ്ട. അപ്പം ഞാൻ 2-3 ദിവസം മുന്നേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് ഞങ്ങൾ സാധാരണ വീട്ടിൽ വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് എപ്പോഴാണോ രാത്രിയിൽ കിടക്കുന്നത് അത് ആ സമയം ഓൺ ചെയ്തിടും. അത് ഞാനായാലും വിജയനായാലും അങ്ങനെയാണ്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് പക്ഷെ ഓൺ ചെയ്തിടാൻ മറന്നുപോയി. അങ്ങനെ ഇന്നലെ വൈകുന്നേരമാണ് വീട്ടിൽ തിരിച്ച് വന്നത്. വന്ന പാടം തന്നെ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, പിന്നെ പച്ചക്കറികൾ, പിന്നെ കുറച്ച് 1 ലിറ്റർ പാലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചീത്തയായിപ്പോയി. പിന്നെ എല്ലാം സങ്കടത്തോടെ എടുത്ത് കളഞ്ഞിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പം ഞാൻ തേങ്ങയൊക്കെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ട് തന്നെ ഞാൻ വേറെ മേടിച്ചിട്ട് വന്നില്ല കടയിൽ നിന്ന്. അപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു അവസ്ഥ മനസ്സിലായത്. പിന്നെ ഞാൻ ഇന്ന് തേങ്ങ അധികം ചേർക്കാത്ത കറികളൊക്കെയാണ് വെക്കുന്നത്. വളരെ കുറച്ചാണ് വറുത്തരച്ച് ഈ തേങ്ങ തീയൽ പോലെ വെച്ചത്. പുളിയൊക്കെ ചേർത്തിട്ടുള്ളൊരു തീയലെന്ന് പറയാൻ പറ്റത്തില്ല. പച്ചക്കറിയിൽ ഇങ്ങനെ വാടിപ്പോകാത്ത കത്തിരിക്കയും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, അത് മാത്രം. ബാക്കിയെല്ലാം ചീത്തയായിപ്പോൾ. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ടൊരു ചെറിയ പുളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറി വെച്ചു. പിന്നെ ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് മെഴുക്കുരട്ടി പോലെയാണ് ഉണ്ടാക്കിയത്. സവാളയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട്. സാധാരണ ഞാൻ തോരൻ മാത്രമേ വെക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ബീട്രൂട്ട് പച്ചടി വെക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ ചെയ്യാറേ ഇല്ല. ഇത് ആദ്യമായിട്ടാണ്. എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ അവരെല്ലാവരും പോയതിന് ശേഷം ഞാൻ കിച്ചണൊന്ന് വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാമെന്ന് വെച്ചു. കാരണം മോന് കാപ്പിയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുറേ നേരം ലേറ്റാവും. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്തിട്ട് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു.